ഹലോ ഗായ്സ്, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ലെറ്റ്സ് പ്ലേ വേൾഡിലാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗോളെന്ന് വെച്ചാൽ നമുക്കൊരു ഡയമണ്ട് ആർമറും ടൂൾസും ആവണം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ട്രേഡിംഗ് ഹാളിലോട്ട് പോകാം, പിന്നെ നമ്മുടെ അയൺ ഫാമിലോട്ട് പോകാം. എല്ലാം നമുക്ക് സെറ്റാക്കി നമുക്ക് ഇന്ന് തന്നെ ഒരു ഡയമണ്ട് ആർമറും ടൂൾസും ആവണം. വീഡിയോ വരെ ഇത്ര ദിവസം താമസിച്ചത് നമ്മുടെ ബ്രീഡർ ഇന്ന് ബ്രേക്ക് ആയിട്ടുണ്ട്. അത് ഞാൻ ഇന്ന് ശരിയാക്കിയായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും ദിവസം താമസിച്ചത്. ഓക്കെ ഗായ്സ്, അങ്ങനെ ഞാൻ കുറച്ച് നേരം നെതറിലല്ല ഓവർവേൾഡിൽ AFK നിന്ന് ഇത്രയും ബേബി വില്ലറിനെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ AFK നിൽക്കണം, കാരണം അതിനി വളരണം. പിന്നെ നമുക്ക് 2 വില്ലേജറിനെയാണ് വേണ്ടത്. അപ്പോൾ നമുക്കിവിടെ 2 വില്ലേജറിന് വേണ്ടി ഇത് സെറ്റാക്കിയിടാം. നമ്മൾ 2 വില്ലേജറിന് വേണ്ടിയുള്ള സ്ഥലം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ കൊണ്ടുവരണം. പക്ഷെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ കുറച്ചൊരു AFK നിൽക്കേണ്ടി വരും, കാരണം അത് വളരണം കുറച്ച്. ഞാൻ എന്തായാലും AFK നിൽക്കുന്നില്ല, ചെറുതായിട്ട് ഈ നെതർ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. നിങ്ങളതിൻ്റെ ടൈം ലാപ്സ് ഒന്ന് കണ്ടിട്ട് വാ. വലിയ രീതിയിലൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ ഗൈസ്, ഞാൻ അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ട് വന്നിട്ടും ഇത് വലുതായിട്ടില്ല. അപ്പോൾ ഞാൻ ശരിക്കും ഒന്ന് AFK നിന്നിട്ട് വരാം. ഗൈസ്, ഒരു വില്ലേജർ വളർന്നിട്ടുണ്ട്, ഇനി നമുക്ക് ഒരെണ്ണം കൂടെ വേണം. ഓക്കെ ഗൈസ്, 2 പേരും വളർന്നിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നം പറ്റി. ഞാൻ എല്ലാം വളർന്നായിരുന്നു, പക്ഷേ ഞാൻ ട്രാൻസ്പോർട്ട് ചെയ്തപ്പോൾ ഈ ഒരു ബ്ലോക്കിൽ തട്ടി ഈ ബാക്കിയുള്ള വില്ലേജസ് എല്ലാം ചത്തുപോയിട്ടുണ്ട്. അപ്പോൾ ഈ ഇവന്മാർ 2 പേരേ ഉള്ളൂ. ഇനി എനിക്ക് ഓവർവേൾഡിൽ കുറച്ചുകൂടെ AFK നിന്നിട്ട് വേണം ഇനിയും വില്ലേജ് ഉണ്ടാക്കാൻ. പക്ഷേ നമുക്ക് ഇന്ന് 2 വില്ലേജസ് മതി നമുക്ക് ഡയമണ്ട് ആർമറും ടൂൾസൊക്കെ ആവാൻ. ഗൈസ്, അങ്ങനെ നമ്മൾ 2 വില്ലേജറിനെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവന്മാർ 2 പേരെയും ഇനി നമുക്ക് ഇവന്മാരെ 2 പേരെയും താഴോട്ട് അൺലോക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ആർമറിൻ്റെ അതൊക്കെ മാസ്റ്റർ ലെവൽ വരെ കൊണ്ടുപോകണം. ഞാൻ കുറച്ച് അയൺ എടുക്കാൻ വന്നതാണ്, പക്ഷേ നമുക്ക് ഇത്ര അയൺ പോരാ. ഇനിയും നമുക്ക് വേണം അതിനെ താഴോട്ട് അൺലോക്ക് ചെയ്തുകൊണ്ട് പോകാൻ, കാരണം നമുക്ക് ഒരുപാട് എമറാൾഡ് വേണ്ടി വരും. എനിക്ക് കുറച്ച് AFK നിൽക്കണം. ഓക്കെ ഗൈസ്, ഞാൻ കുറച്ചവരെ അൺലോക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ നമുക്ക് ഇനി അയൺ വേണം. അപ്പോൾ എനിക്കിവിടെ AFK നിൽക്കേണ്ടി വരും. പിന്നെ മറ്റേ വെപ്പൺ സ്മിത്തിനെ ഞാൻ ഫുൾ അൺലോക്ക് ചെയ്തിട്ടില്ല.
വെപ്പൺ സ്മിത്ത് അല്ല, ആർമറിനെ ഞാൻ ഫുൾ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. വെപ്പൺ സ്മിത്തിനെ എനിക്ക് നല്ലോണം അൺലോക്ക് ചെയ്യാനുണ്ട്, കാരണം അതിന് ഒത്തിരി എമറാൾഡ് വേണ്ടി വരും. അപ്പോൾ അതിനാണ് നമുക്ക് ഇവന്മാർ വേണ്ടത്. പിന്നെ നമുക്ക് ടൂൾസ് സ്മിത്തിന് നമുക്ക് ഒരുപാട് കൊടുത്തെങ്കിലേ നമുക്ക് ഇതൊക്കെ വാങ്ങിക്കാൻ പറ്റൂ, ഇത് പിക്കാക്സ്, ആക്സ്, ഷവല്. അപ്പോൾ കുറച്ചുകൂടെ AFK നിന്നിട്ട് ഡയമണ്ട് ആർമർ ആയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് ഞാൻ നോക്കുവാണെങ്കിൽ ഐ തിങ്ക് ഇത്ര അയണേ ഉള്ളൂ. പക്ഷെ ഇത്രയും നമുക്ക് പോരാ, ഇത്രയൊന്നും പോരാ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ 2-3 മണിക്കൂർ AFK നിന്ന് ഫൈനലി നമ്മൾ കുറച്ച് എമറാൾഡൊക്കെ സെറ്റാക്കി. ഫൈനലി നമ്മൾ ഡയമണ്ട് ആർമർ, ടൂൾസ് മൊത്തമായിട്ടില്ല, പക്ഷേ ഡയമണ്ട് ആർമർ ഫുള്ളായിട്ടുണ്ട്. ടൂൾസ് നമുക്ക് വെപ്പണായിട്ട് നമുക്ക് ഷവലും കൂടെ വേണം. പിന്നെ നമുക്കൊരു ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്, അയൺ ഫാം ബ്രേക്ക് ആയിട്ടുണ്ട്. കാരണം നമ്മുടെ പ്രിയപ്പെട്ട സ്നൈപ്പർ പുരുഷു മരിച്ചു പോയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനൊരു ബ്ലോക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അയൺ ഫാമിൻ്റെ മുകളിൽ കയറാൻ. അപ്പം ആ അയൺ ഫാമിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് AFK നിന്നപ്പോൾ അയൺ ഗോളം വന്നതിനെ കൊന്നിട്ടുണ്ട്, ആ ബ്ലോക്കിൻ്റെ മുകളിൽ കയറിയിട്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കാം. നമുക്ക് പുതിയൊരു സ്കെലട്ടണെ വേണം, അത് ഞാൻ എന്തായാലും ഓഫ് ക്യാമറ ആയിട്ടും ചെയ്തോളാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.